നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് ഒരു പൈത്തൺ ഡിജാങ്കോ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനകത്ത് ഇങ്ങനെയാണ് ഒരു HTML പേജ് ലോഡ് ചെയ്യിക്കുന്നത് എന്ന കാര്യങ്ങളാണ് നമ്മളിന്ന് നോക്കുന്നത്. ഓൾറെഡി നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് പൈത്തൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഇൻസ്റ്റാൾ ചെയ്യണം. ഒന്നുകിൽ നമുക്ക് വിഷ്വൽ സ്റ്റുഡിയോയിൽ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് പൈച്ചാം എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ്. ഞാൻ ഓൾറെഡി അത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഞാനത് ഓപ്പൺ ചെയ്യുന്നുണ്ട്. പൈച്ചാമിലാണ് നമ്മൾ ചെയ്യുന്നത്. പൈച്ചാമിൻ്റെ പ്രൊഫഷണൽ വേർഷനിലാണ് ചെയ്യുന്നത്. സോ എന്ത് ചെയ്യുക, അത് ആദ്യം തന്നെ എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. ഓക്കെ, അത് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ ലോഡായി നിൽക്കുന്നത് ഞാൻ ഓൾറെഡി പ്രൊജക്റ്റ് ചെയ്യുന്ന ആ ഒരു പ്രൊജക്റ്റാണ് ഇതിനകത്ത് ലോഡായി വന്നത്. അപ്പോൾ നിങ്ങളൊന്നും ചെയ്തില്ല, ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ബ്ലാങ്ക് പേജ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ ഫയലിനകത്ത് പോവാം. ഫയലിനകത്ത് നമുക്കൊരു പുതിയ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക ചെയ്യേണ്ടത്. അപ്പോൾ ന്യൂ പ്രൊജക്റ്റിനകത്ത് നമുക്ക് ഫ്ലാസ്കിലാണോ ഡിജാങ്കോയിലാണോ ഏതിലാണ് ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ എന്താ ഡിജാങ്കോ ആണ് ചൂസ് ചെയ്യുന്നത്. സോ ഡിജാങ്കോ ഒന്ന് സെലക്ട് ചെയ്യുക. ഇനി അൺടൈറ്റിൽ എന്നുള്ളടത്ത് നമ്മൾ പുതിയൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ജസ്റ്റ് മൈ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, പ്രൊജക്റ്റിന് നെയിം കൊടുത്തു. പ്രൊജക്റ്റ് നെയിം ആയിരിക്കും അത്. പിന്നെ അതുപോലെ തന്നെ ഒരു ആപ്ലിക്കേഷൻ നെയിം കൂടെ നമ്മൾ കൊടുക്കണം. ആപ്ലിക്കേഷൻ നെയിം ഞാൻ ജസ്റ്റ് എന്ത് കൊടുത്തു, മൈ ആപ്പ് എന്ന് പറഞ്ഞു കൊടുത്തു. മൈ ആപ്പ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് സെറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യുക, പ്രൊജക്റ്റ് ക്രിയേഷൻ ആണ് ഇനി നടക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ പൈത്തൺ വേണം. പൈച്ചാമിനകത്ത് നമ്മുടെ പ്രൊജക്റ്റ് സപ്പോർട്ട് ചെയ്യണം. നമ്മൾ പൈത്തണിലാണല്ലോ ചെയ്യുന്നത്. പൈത്തണിൽ ഡിജാങ്കോ എന്ന് പറയുന്ന ഫ്രെയിം വർക്ക് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. സോ ആ ഒരു ഫ്രെയിം വർക്ക് സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് തന്നെ എന്ത് ചെയ്യണം, നമുക്ക് പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യണം. ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് പൈത്തൺ 3.6 ഉണ്ട്. അതിനകത്ത് പൈത്തൺ 3.10 ഒക്കെ ഉണ്ട്. നമുക്കിപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, പൈത്തൺ 3.6 ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ജസ്റ്റ് ക്രിയേറ്റ് കൊടുക്കുക. ഇതിൽ ചോദിക്കുന്നത്, ഇതിൽ ഓൾറെഡി ഒരു പ്രൊജക്റ്റ് ഓപ്പൺ ആയി നിൽക്കുന്നതുകൊണ്ട് ഈ ഒരു വിൻഡോയിൽ വേണോ അല്ലെങ്കിൽ വേറൊരു വിൻഡോയിൽ വേണോ എന്നുള്ള സജഷൻ നമ്മളോട് ചോദിക്കുകയാണ് ചെയ്യുന്നത്. സോ എനിക്ക് കറന്റ് ഉള്ള ഈ ഒരു വിൻഡോ തന്നെ മതി എന്നുള്ള കേസിൽ ഞാൻ കറന്റ് വിൻഡോ കൊടുത്തു. ഓക്കെ, അപ്പോൾ അത് ലോഡ് ആവാനുള്ള ടൈം എടുക്കുന്നുണ്ട്. ലോഡിങ് ഇവിടെ പ്രോസസ്സ് ചെയ്യേണ്ടി നിൽക്കുന്നുണ്ട്. പ്രോസസ്സിങ് കഴിഞ്ഞാൽ മാത്രമേ ഇതിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ ഡാറ്റാസ്. ഓക്കെ, ലോഡായി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് എന്തായിരുന്നു, ഒരു പ്രൊജക്റ്റും ക്രിയേറ്റ് ചെയ്തു, ഒരു ആപ്ലിക്കേഷൻ നെയിമും ഒരു ആപ്പ് നെയിമും കൊടുത്തു. ഇതിനകത്ത് ആ പ്രൊജക്ട് നെയിമും വന്നു, ആപ്പും വന്നു. പിന്നെ ഒരു ഇൻബിൽഡ് ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്ട് തന്നെ നമ്മുടെ പ്രൊജക്റ്റിന്റെ നെയിമിൽ വേറൊരു ഫോൾഡർ, പ്രൊജക്റ്റിന്റെ ഒരു ഫോൾഡറും കൂടെ വന്നു. ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് നമുക്ക് വരുന്നത് എന്താ, രണ്ട് ഫയൽസ് ആണ്. ആപ്പും വരുന്നുണ്ട്, പ്രൊജക്റ്റും വരുന്നുണ്ട്. അപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു മൈ ആപ്പിനകത്തായിരിക്കും നമ്മളെ കോഡും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ പോകുന്ന ഇതിൻ്റെ അകത്തായിരിക്കും, മൈ ആപ്പിനകത്തായിരിക്കും. മൈ ആപ്പിനകത്ത് വരുന്ന ഫയൽസ് എന്ന് പറയുന്നത് views.pyയും models.py മാത്രമാണ് നമ്മൾ ഇതിനകത്ത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ models.py നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡാറ്റാബേസ് ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ MySQL ആണ് ഇതിനകത്ത് യൂസ് ചെയ്യുക. MySQLനകത്ത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടേബിൾസ്, നമുക്ക് ഏതൊക്കെ ടേബിൾസ് ആണ് വേണ്ടത് അത് ഓരോരോ ക്ലാസ് ടൈപ്പിലാണ് നമ്മൾ മോഡൽസിനകത്ത് എഴുതുക. ലോഗിൻ വേണമെന്നുണ്ടെങ്കിൽ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ലോഗിൻ്റെ ടേബിളാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ലോഗിൻ ടേബിൾ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, അത് സെറ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ഓരോന്നിനും ഓരോ ക്ലാസ് വീതം എന്ത് ചെയ്യും, ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഈ ഒരു models.py എന്ന് പറയുന്ന ഫയൽ യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് views.py ആണ്. ഈ views.pyൻ്റെ അകത്തായിരിക്കും നമ്മൾ കംപ്ലീറ്റ് കോഡും കാര്യങ്ങളും ചെയ്യുന്നത്. നമ്മുടെ പ്രൊജക്റ്റിന്റെ കംപ്ലീറ്റ് കോഡും എഴുതുന്നത് എന്തിനായിരിക്കും, ഈ ഒരു views.pyൻ്റെ അകത്തായിരിക്കും. നമ്മൾ പറഞ്ഞു നമ്മൾ ഈ ഒരു പ്രൊജക്ട് നെയിം ആണ് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഇൻബിൽഡ് ആയിട്ട് വന്ന ഈ ഒരു ഫയലാണെന്ന് പറഞ്ഞു. ഈ ഒരു ഫയലാണ് നമ്മുടെ മെയിൻ ഫയൽ. നമ്മുടെ പ്രൊജക്റ്റ് റൺ ചെയ്യിക്കാനുള്ള പെർമിഷൻ കാര്യങ്ങൾ, ഫസ്റ്റ് ഏത് പേജ് ലോഡ് അയക്കണം, അതൊക്കെ പറയുന്നത് ഇതിൻ്റെ അകത്തായിരിക്കും, ഈ ഒരു പ്രൊജക്റ്റിന്റെ അകത്തായിരിക്കും അത്രയും കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇതിനകത്ത് അങ്ങനെ വരുന്നത് settings.py എന്ന് പറയുന്ന ഒരു ഫയൽ വരുന്നുണ്ട്. ഇതിൻ്റെ അകത്തായിരിക്കും പെർമിഷൻസ് കംപ്ലീറ്റ്ലി ഉണ്ടായിരിക്കുക. ഈ settings.pyൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഹോസ്റ്റിന് അലോ ചെയ്യുന്നത് ഇവിടെയാണ്. ഇൻസ്റ്റാളേഷൻ ആപ്സ്, എന്തൊക്കെ ആപ്സ് കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് കൊടുത്ത് അത് വരുന്നുണ്ട്. പിന്നെ മിഡിൽ വെയറിന്റെ പെർമിഷൻസ് വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ OSന്റെ പെർമിഷൻ, OSന് ഇവിടെ എറർ അടിക്കുന്നുണ്ട്. അപ്പോൾ എറർ അടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഇമ്പോർട്ട് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആൾട്ട് എൻ്റർ, നമ്മുടെ കീബോർഡിൽ ആൾട്ട് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇമ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ജസ്റ്റ് ആൾട്ട് എൻ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും എന്ത് ചെയ്യും, ഇമ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ആൾട്ട് എൻ്റർ ആണ്.
ഇനി വരുന്നത് ഇതിനകത്ത് ഡാറ്റാബേസ്. നമ്മൾ MySQL ആണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞു. അപ്പോൾ ഡാറ്റാബേസ് ആയിട്ടുള്ള കണക്ഷൻ കാര്യങ്ങളൊക്കെ എവിടെയാണ് സെറ്റ് ചെയ്യുക? ഈ ഒരു settings.py സെറ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് ഇപ്പോൾ MySQL ആണ്. അപ്പോൾ SQLite മാറ്റിയിട്ട് നമ്മൾ SQLite ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം. MySQL ആയതുകൊണ്ട് ഞാൻ എന്ത് കൊടുത്തു? MySQL എന്ന് കൊടുത്തു. നമ്മളിപ്പോൾ പ്രൊജക്റ്റിന്റെ നെയിം സെറ്റ് ചെയ്യുന്ന ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡാറ്റാബേസിന് ഞാൻ ജസ്റ്റ് DB എന്ന് പറഞ്ഞിട്ട് പേര് കൊടുത്തു. ഡാറ്റാബേസിന്റെ നെയിം കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് എന്തിന്റെ ഓപ്ഷൻ കൊടുക്കണം? അതിന്റെ പാസ്വേഡ്, നമ്മുടെ ഡാറ്റാബേസിന്റെ പാസ്വേഡ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വേണം. ജസ്റ്റ് പാസ്വേഡ് ഈക്വൽ ടു അല്ല, പാസ്വേഡ് കോളൻ നമ്മുടെ പാസ്വേഡ് എന്താണോ, ഞാൻ 1 to 8 വരെയാണ് നിന്റെ പാസ്വേഡ് എന്നുണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്യുക. അതേപോലെ MySQL പാസ്വേഡ് വരുന്നുണ്ട്, പോർട്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പോർട്ട് മെയിനായിട്ട് നമ്മൾ കൊടുക്കാറ് പാസ്വേഡ്, പോർട്ട്, ഹോസ്റ്റ്, അത്രയാണ് നമ്മൾ മെയിനായിട്ട് പോർട്ടും അത്രയാണ് നമ്മൾ മെയിനായിട്ട് സെറ്റ് ചെയ്യാറ്. ഇങ്ങനെയാണ് എന്ത് ചെയ്യുക? ഡാറ്റാബേസ് കണക്ട് ചെയ്യുക. പിന്നെ ഇതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റാറ്റിക് നമ്മുടെ ഇമേജ് CSS ഫയൽസ് ഒക്കെ ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു ഫയലാണ്. ഇപ്പം ഇതിനകത്തില്ല, നമ്മളത് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അതിനുള്ള പെർമിഷനാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു ഫയലിൻ്റെ അകത്ത് പറയുന്നുണ്ട് മൈ പ്രൊജക്റ്റിനകത്ത് URLs ആണ് ഫസ്റ്റ് ലോഡ് ചെയ്യിക്കുന്നതിനുള്ള കണ്ടീഷനാണ് എന്ത് ചെയ്യുന്നത്? ഇതിനകത്ത് കൊടുത്തത്. ഈ ഒരു മൈ പ്രൊജക്റ്റിനകത്തുള്ള URLs ലോഡ് ചെയ്യിച്ച് നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന, നമ്മൾ കോഡ് എഴുതാൻ പോകുന്നതൊക്കെ എവിടെയാണ്? മൈ ആപ്പിനകത്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു ഫയലിൻ്റെ അകത്ത് ലോഡ് ചെയ്യിക്കുന്നത് എന്താണ്? URLs ഫയലിനാണല്ലോ. നമ്മുടെ ആപ്പിനകത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഫയൽ, നമ്മുടെ ആ ഒരു ആപ്പിനകത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂവില് ഒരു പൈത്തൺ ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പൊ URLs എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു? ഒരു പുതിയൊരു പൈത്തൺ ഫയൽ ക്രിയേറ്റ് ചെയ്തു. ഈ ഒരു പൈത്തൺ ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് എനിക്ക് എന്ത് ചെയ്യണം? ഇവിടുന്ന് ഈ ഒരു URL നിന്ന് ആ ഒരു URL ഫയലിനെ ഇൻക്ലൂഡ് ചെയ്യിക്കണം, അതിനെ കോൾ ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? പുതിയൊരു പാത്ത് സെറ്റ് ചെയ്തു. പാത്ത് എനിക്ക് ഏത് പേര് നെയിമിലോ വേണ്ടേ? നമ്മുടെ ഈ ഒരു URL മൈ ആപ്പിനകത്തുള്ള URLസിലാണ് അതിനെ ലോഡ് ചെയ്യിക്കേണ്ടത്. സോ ഞാൻ എന്ത് കൊടുത്തു? മൈ ആപ്പ് സ്ലാഷ് ഉള്ള ഡോട്ടാണ്, .urls എന്ന് പറഞ്ഞിട്ട് സെറ്റ് ചെയ്തു. അതിന്റെ ഫ്രണ്ടിലായിട്ട് ഇൻക്ലൂഡ്, ഞാൻ ആ ഒരു ഫയലിനകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്യുക ചെയ്യുന്നത്. ഇൻക്ലൂഡ്, ഇതിന് എന്ത് ചെയ്യുക? ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഇൻക്ലൂഡിന് ഇമ്പോർട്ട് ചെയ്യുക django URL ഇൻക്ലൂഡ്. അപ്പോൾ ഇത്രയും സെറ്റ് ചെയ്താൽ നമുക്ക് ഫസ്റ്റ് ലോഡായി വരുന്ന പേജ് ഏതായിരിക്കും? നമ്മുടെ ഈ ഒരു പേജ് ആയിരിക്കും ലോഡ് ആവുന്നത്. അതായത് ഈ ഒരു URL ഫയൽ ആയിരിക്കും ലോഡ് ആവുന്നത്. അപ്പോൾ ഈ URL യൂസ് ചെയ്യുന്നത് നമ്മൾ പാത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വ്യൂസിൽ ഏതൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ ഇതിനകത്ത് നമ്മൾ ഫംഗ്ഷൻ ബേസ് ആയിട്ടായിരിക്കും ഓരോ HTML പേജിനെയും കോൾ ചെയ്യുന്നത്. അപ്പോൾ ഏതൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ആ ഫംഗ്ഷന് നമ്മൾ എന്ത് ചെയ്യണം? ഓരോരോ പാത്ത് വെച്ചിട്ട് കോൾ ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്കിനി ആദ്യം തന്നെ എന്ത് ചെയ്യാം? ഒരു HTML പേജ് ലോഡ് ചെയ്യിക്കുന്നത് എങ്ങനെയാണ് നോക്കാം. HTML പേജ് ലോഡ് ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? HTML പേജ് വേണം. അപ്പോൾ അതിന് എന്താ? HTML നമ്മൾ ചെയ്തു വെച്ച ഫയൽ എടുത്തിട്ട് ഇട്ടാലും മതി. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ടെംപ്ലേറ്റ്സ് ഡൗൺലോഡ് ചെയ്യാം. നമുക്ക് ഗൂഗിളിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന കുറേ ടെംപ്ലേറ്റ്സ് ഉണ്ട്. എന്ത് ചെയ്യാം? ടെംപ്ലേറ്റ്സ് ഡൗൺലോഡ് ചെയ്തിട്ട് അത് സെറ്റ് ചെയ്യുന്ന രീതിക്കും ചെയ്യാം. ഇതിനകത്ത് ഈ ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്നത് ഈ ഒരു ഫയലിനകത്തായിരിക്കും എന്ത് വരുന്നത്? നമ്മളുടെ ഫയൽസ് നമ്മുടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമ്മുടെ HTML ഫയൽസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് ഇതിനകത്തായിരിക്കും. ഇതിനകത്തായിരിക്കും നമ്മൾ HTML പേജസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ അതേപോലെ ഇതിനകത്തൊരു സ്റ്റാറ്റിക്കിന്റെ ഫയൽ പറഞ്ഞു. ഈ ഒരു സ്റ്റാറ്റിക്കിന്റെ ഫയലായിരിക്കും ഇവിടെ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. നമ്മുടെ മൈ ആപ്പിനകത്ത് മൈ ആപ്പിന്റെ അകത്തോ ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ പുറത്തോ ക്രിയേറ്റ് ചെയ്യുക, രണ്ട് സ്ഥലത്തായാലും കുഴപ്പമില്ല. നമുക്ക് എന്ത് വേണം? പുതിയൊരു എന്ത് ഫയലായിട്ട്? ഡയറക്ടറി ആയിട്ടാണ് വേണ്ടത്. സോ ഡയറക്ടറി ആയിട്ടാണ് ഞാൻ ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്, സ്റ്റാറ്റിക് ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റാറ്റിക്കിന്റെ അകത്തായിരിക്കും നമുക്ക് വേണ്ട ഇമേജസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്. അതായത് CSS ഫയൽസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് എവിടെയായിരിക്കും? ഈ ഒരു സ്റ്റാറ്റിക്കിനകത്തായിരിക്കും. ടെംപ്ലേറ്റ്സിനകത്തായിരിക്കും എന്ത് വരുന്നത്? HTML ഫയൽസ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് ആദ്യം തന്നെ ടെംപ്ലേറ്റ് വേണം. ടെംപ്ലേറ്റ് ഞാൻ ഗൂഗിൾ റെഫർ ചെയ്യുന്നുണ്ട്. ഗൂഗിളിൽ കയറിയിട്ട് എന്തെടുക്കുന്നുണ്ട്? സോ ഞാൻ ഗൂഗിളിൽ കയറിയിട്ട് എന്തെടുക്കുന്നുണ്ട്? നമുക്ക് CSS ബൂട്ട്സ്ട്രാപ്പ് ടെംപ്ലേറ്റ്സ് ആണ് വേണ്ടത്. സോ ഞാൻ എന്തെടുത്തു? CSS ബൂട്ട്സ്ട്രാപ്പ് ടെംപ്ലേറ്റ്സ് ഓർ ലോഗിൻ ടെംപ്ലേറ്റ്സ്.
ലോഗിൻ പേജ് ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സജഷൻ വന്നു, ഞാൻ അതെടുത്തു. അപ്പോൾ ഇതിനകത്ത് കുറേ സൈറ്റ് കാണുന്നുണ്ട്. കുറേ സൈറ്റ് ഉണ്ടെങ്കിലും നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ ആക്സസ് കിട്ടുന്ന സൈറ്റിൽ നിന്ന് എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഈ ഒരു W3 എന്നൊക്കെ ഡൗൺലോഡ് ആക്സസ് ആണ്. ഞാൻ കളർ ലിങ്ക് എന്ന് പറയുന്ന ഈ ഒരു സൈറ്റിനകത്താണ് ആക്സസ് ചെയ്യുന്നത്. ഇതിനകത്ത് എല്ലാ ടെംപ്ലേറ്റ്സും ഓൾമോസ്റ്റ് എല്ലാ ടെംപ്ലേറ്റ്സും ഫ്രീ ആയിരിക്കും. സോ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് നിന്ന് ഒരു ടെംപ്ലേറ്റ് ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ഈ ഒരു ടെംപ്ലേറ്റ് ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. ഡൗൺലോഡ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ മെയിൽ ID സെറ്റ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾ ഏത് മെയിൽ ID ആണോ നിങ്ങളത് ഉള്ളതെന്ന് വെച്ചാൽ അത് സെറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഡൗൺലോഡായി വരുന്ന ഫയൽ എന്ന് പറയുന്നത് സിപ്പ് ഫയൽ ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ സിപ്പ് ഫയൽ നമ്മൾ എന്ത് ചെയ്യാം, കംപ്രസ് എക്സ്ട്രാക്ട് ചെയ്തിട്ട് അതിനകത്ത് നമുക്ക് വേണ്ട കണ്ടൻസ് മാത്രം ആക്സസ് ചെയ്താൽ മതി. സോ ഇത്രയും ഫയൽസ് ആണ് നമുക്ക് വരുന്നത്. ഇതിനകത്ത് ഈ ഫയൽ ഫോമാറ്റിൽ കിടക്കുന്ന ഫോൾഡേഴ്സ് ആയിട്ട് കിടക്കുന്ന ഇത്രയും കാര്യത്തിൻ്റെ അകത്താണ് നമ്മുടെ JS ഫയൽ, CSS ഫയൽ, ഇമേജസ്, നമുക്ക് വേണ്ട SCSS ഫയൽസ്, ഫോൺസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് ഇതിനകത്ത്. ഇത്രയും കാര്യങ്ങൾ കോപ്പി ചെയ്തിട്ട് എവിടെ കൊണ്ടുപോയിടാം, നമ്മുടെ പൈച്ചാമിനകത്ത് നമ്മളിപ്പോൾ ഓൾറെഡി പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രൊജക്റ്റിനകത്ത് നമ്മൾ എന്ത് ചെയ്യാം, സ്റ്റാറ്റിക്കിനകത്ത് എന്തുണ്ട്, നമുക്ക് സ്റ്റാർട്ടിങ്ങിനകത്ത് പുതിയൊരു ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യാം. എന്ത് പേരിലാണ്, ലോഗിൻ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഡയറക്ടറി കൂടെ ക്രിയേറ്റ് ചെയ്യാം. ആ ഒരു സ്റ്റാറ്റിക്കിനകത്ത് ഞാൻ എന്ത് ചെയ്തു, ലോഗിൻ്റെ അകത്ത് അത്രയും ഫയൽസ് പേസ്റ്റ് ചെയ്തു. നമുക്ക് വേണ്ട CSS ഫയൽസ് കാര്യങ്ങളൊക്കെ എന്ത് പേസ്റ്റ് ചെയ്തു. നമ്മളെ ഡിസൈൻ കിടക്കുന്നത് എവിടെയാണ്, ഇതിനകത്തത്തെ ഈ ഒരു ഇൻഡെക്സിലാണ് ഫയൽ കിടക്കുന്നത്, ഡിസൈൻ കിടക്കുന്നത്. സോ ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു ഇൻഡെക്സ് കോപ്പി ചെയ്തിട്ട് ആ ഒരു സ്റ്റാറ്റിക്കിൻ്റെ ലോഗിൻ്റെ അകത്താണ് ഞാൻ ഇട്ടു. ലോഗിൻ്റെ അകത്ത് നമുക്ക് ജസ്റ്റ് എവിടെയാണ് ഇടേണ്ടത്, ടെംപ്ലേറ്റിനകത്താണ് ഇത് സെറ്റ് ചെയ്യേണ്ടത്. ടെംപ്ലേറ്റിനകത്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് എങ്ങനെയായിരിക്കും, ഡയറക്റ്റ് ആ ഒരു HTML പേജിൽ എന്താണോ ആ ഒരു ഫയലായിരിക്കും വരുന്നത്. അപ്പോൾ CSS static.css ഒക്കെ എന്ത് ചെയ്തു ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം, ഒരു CSS ഫയൽ ലോഡായി വരണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പാത്ത് കറക്റ്റ് സെറ്റ് ചെയ്യണം. ഒന്നുമില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ അകത്ത് എവിടെയാണ് കിടക്കുന്നത്, സ്റ്റാറ്റിക്കിനകത്ത് ലോഗിൻ്റെ അകത്താണല്ലോ സെറ്റ് ചെയ്തത്. സോ ./static/login/ എന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മളിപ്പോൾ ഓൾറെഡി ആ ഒരു ഫയൽ ഞാൻ എന്തിൻ്റെ അകത്ത് പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഈ ഒരു ഫോൾഡറിൻ്റെ അകത്ത് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് എന്ത് ചെയ്യുക, ഡ്രാഗ് ചെയ്തിട്ട് നമ്മളെ ടെംപ്ലേറ്റിനകത്തേക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ആ വേണ്ട പാത്ത് കറക്റ്റ് കിട്ടി. നേരത്തെ നിങ്ങൾ കണ്ടത് CSS മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇവിടെ പാത്ത് മാറിയിട്ട് എന്തായി, സ്റ്റാറ്റിക്കിനകത്തുള്ള CSS എന്നുള്ള കൺസെപ്റ്റിൽ എന്ത് ചെയ്തു വന്നു. സോ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫയൽ ലോഡായി വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യണം, ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. അതായത് ആ ഒരു പേജിനെ ലോഡ് ചെയ്യിക്കണം. അത് നമ്മൾ കോഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും ആ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നുണ്ടെങ്കിലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫയൽ എന്ന് പറഞ്ഞാൽ ഏതാണ്, views.py എന്ന് പറയുന്ന ഈ ഒരു ഫയലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ views.py എന്ന് പറയുന്ന ഈ ഒരു ഫയൽ എടുത്തതിന് ശേഷം നമ്മൾ ഫംഗ്ഷനായിട്ടാണ് കോഡ് ചെയ്യുന്നത്. സോ ഞാൻ എന്ത് കൊടുത്തു, def ആ ഒരു ലോഗിന്റെ പേജിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു പൈത്തൺ ചെയ്യുന്ന ടൈമിൽ ഇൻഡന്റേഷൻ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ ഈ ഒരു ഡഫ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത എറർ അടിക്കും. സോ ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു സ്റ്റാർട്ടിങ് തന്നെ ഡഫ് എന്താണ് ലോഗിന്റെ പേജിന് വേണ്ടിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ലോഗിൻ പേജ് എന്ന് പറഞ്ഞു കൊടുത്തു, ലോഗിൻ പേജ്. ഇനി എന്ത് ചെയ്യണം, എനിക്ക് ആ ഒരു പേജിലേക്ക് റിട്ടേൺ ചെയ്യിക്കണം. സോ റിട്ടേൺ റെൻഡർ. ഇനി എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് റിക്വസ്റ്റ്, ആ ഒരു പേജിന് റിക്വസ്റ്റ് ചെയ്തു, റിക്വസ്റ്റ് റിട്ടേൺ റെൻഡർ. ആ ഒരു HTML പേജ് എവിടെയാണ് കിടക്കുന്നത്, നമ്മുടെ ടെംപ്ലേറ്റിനകത്ത് ഡയറക്റ്റ് സെറ്റ് ചെയ്യുക ചെയ്തത്. സോ ഇവിടെ നിന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക, ആ ഒരു HTML പേജിന്റെ നെയിം index.html ആണ്. സോ അത് സെറ്റ് ചെയ്ത് കൊടുക്കുക, index.html എന്ന് പറയുന്ന ഈ ഒരു ഫയൽ സെറ്റ് ചെയ്യാം. പിന്നെ എന്ത് ചെയ്യാം, ഇതിനകത്ത് ഈ ഒരു ഫംഗ്ഷൻ ആണ് കിടക്കുന്നത്. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ നെയിമായിട്ട് സെറ്റ് ചെയ്തത്. അപ്പോൾ views.py നമ്മൾ എന്ത് വേണം, ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിലുള്ള ഈ കണ്ടൻസ് ഒക്കെ നമുക്ക് എവിടെയും വേണം, ഇതിൻ്റെ അകത്തും വേണം, നമ്മുടെ URLസിലും വേണം. സോ ഞാൻ എന്ത് ചെയ്തു കളഞ്ഞു, ഇത് വേണ്ട, നമുക്ക് പാത്ത് ക്രിയേറ്റ് ചെയ്യുക ചെയ്യേണ്ടത്.
ഞാൻ പാത്തിന്റെ നെയിം ഞാൻ അവിടെ ക്രിയേറ്റ് ചെയ്ത ലോഗിൻ എന്ന് പറഞ്ഞിട്ട് തന്നെയായിരുന്നു views.py ക്രിയേറ്റ് ചെയ്ത ലോഗിൻ പേജ് എന്ന് പറഞ്ഞിട്ടാ. ഒന്നെങ്കിൽ സെയിം നെയിം കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വേറെ നെയിം കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ബട്ട് ഈ ഒരു നെയിം ആയിരിക്കണം പിന്നെ കോൾ ചെയ്യേണ്ട സ്ഥലത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ലോഗിൻ പേജ് കോമ വ്യൂസിൽ നമ്മൾ ആ ഒരു പേജിന് എങ്ങനെയാണ് കൊടുത്തതെന്ന് നോക്കണ്ടേ. വ്യൂസ് ഡോട്ട് ലോഗിൻ പേജ് ഇത്രയും കൊടുത്താൽ മതി. ഈ വ്യൂസിന് എന്ത് ചെയ്യാം, ഇവിടേക്ക് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മൈ ആപ്പിനകത്താണല്ലോ വ്യൂസ് ഉള്ളത്. അപ്പോൾ മൈ ആപ്പ് ഡോട്ട് വ്യൂസ് വേണ്ടിയുള്ള എന്ത് ചെയ്തു, ഇമ്പോർട്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ടെംപ്ലേറ്റ് ലോഡ് ചെയ്യിച്ചു, ടെംപ്ലേറ്റിലെ പാത്ത് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് ഈ ഒരു സ്റ്റാറ്റിക് ഫയൽ ലോഡ് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സെറ്റിംഗ്സിനകത്ത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു പെർമിഷൻ സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സ്റ്റാറ്റിക് ഫയൽസിൻ്റെ ഒരു പെർമിഷനാണ് കൊടുക്കുന്നത്. അത് ഇതാണ്, സ്റ്റാറ്റിക് ഫയൽസ് അണ്ടർസ്കോർ DIRS ബ്രാക്കറ്റിനകത്ത് OS ഡോട്ട് പാത്ത് ജോയിൻ ഒരു സിസ്റ്റത്തിന്റെ സ്റ്റോറേജിനകത്തേക്ക് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, OSന്റെ പാത്ത് സെറ്റ് ചെയ്തിട്ടുള്ള പെർമിഷനും കാര്യങ്ങളും സ്റ്റാറ്റിക് ഫയൽ ലോഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തു. ഇത്രയും കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ പ്രൊജക്റ്റ് റൺ ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, പ്രൊജക്റ്റ് റൺ ചെയ്യിക്കുക. റൺ ചെയ്യിക്കുന്ന ടൈമിൽ നമുക്ക് എന്ത് കിട്ടും, ഒരു അഡ്രസ്സ് കിട്ടും. ജസ്റ്റ് ഞാൻ ഇതിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നോട്ട് ഫൗണ്ട്, പേജ് നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞു വരുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഫസ്റ്റ് ലോഡ് ചെയ്യിക്കാനുള്ള പേജ് എന്നുള്ള ബേസിൽ URL പേജ് ആണെന്ന് വേണ്ടി സെറ്റ് ചെയ്തു. ഏത് പേജ് ഫസ്റ്റ് ലോഡ് ചെയ്യിക്കാന്ന് വേണ്ടി സെറ്റ് ചെയ്തില്ല. നമുക്ക് ഏത് പേജ് ആണോ ഫസ്റ്റ് ലോഡ് ചെയ്യിക്കേണ്ടത് ആ പേജിന് പാത്ത് നെയിം കൊടുക്കൂല. ബാക്കിയുള്ള എല്ലാ നെയിമിനും പാത്ത് നെയിം കൊടുത്താലും ഫസ്റ്റ് ലോഡ് ചെയ്യേണ്ട നെയിമിന് എന്ത് കൊടുക്കില്ല, പാത്ത് നെയിം സെറ്റ് ചെയ്യില്ല. സോ ഞാൻ എന്ത് ചെയ്തു, അത് റിമൂവ് ചെയ്തിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തപ്പോൾ ഞാൻ റീഫ്രഷ് ചെയ്തില്ലായിരുന്നു. ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഒന്ന് റീഫ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. റീഫ്രഷ് ചെയ്തിട്ട് റിഫ്രഷ് ആയി വന്നു. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ നമുക്ക് എന്ത് ലോഡായിട്ട് വന്നു, ആ ഒരു HTML ഫയൽ ലോഡായിട്ട് വന്നു. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു പൈച്ചാൻ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് HTML പേജസ് ലോഡ് ചെയ്യിക്കുന്നത്. ഇതിനകത്ത് CSS ഡിസൈൻസും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടാണ് എന്ത് വന്നത്, ആ ഒരു സ്റ്റാറ്റിക് ഫയൽസ് വന്നത്. അങ്ങനെ കുറേ ഫയൽസ് വന്നല്ല. നോർമലി ഒരു HTML പേജ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ക്രിയേറ്റ് ചെയ്താൽ മതി, ഇവിടെ ഒരു പേജ് ജസ്റ്റ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് മീൻസ് ഒരു HTML പേജ് ജസ്റ്റ് സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ എന്ത് ചെയ്യുക, ഫംഗ്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് URLs ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ ഒരു പേജ് ജസ്റ്റ് സെറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഒരു HTML പേജ് ക്രിയേറ്റ് ചെയ്തു. ന്യൂല് HTML ഫയൽ HTML ഹലോ എന്ന് പറഞ്ഞിട്ട് ഹായ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തു, HTML ഫയൽ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് എന്ത് വേണം, അതിൻ്റെ അകത്ത് HTML കോഡായിട്ടാണ് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് അതിൻ്റെ അകത്ത് വേണ്ടത് ആദ്യം തന്നെ ഒരു ടേബിൾ ടാഗ് വേണം. സോ ഞാൻ ടേബിൾ ടാഗ് കൊടുത്തു. ആ ടേബിൾ ടാഗിനകത്ത് ഒരു TR ടാഗ് കൊടുത്തു. ജസ്റ്റ് ടേബിൾ റോ സെറ്റ് ചെയ്തു. ടേബിളിനകത്ത് ഒരു കോളത്തിനകത്ത് എനിക്ക് എന്ത് വേണം, ഹലോ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് വേണം. ഈ ഒരു പേജ് മാത്രമേ എനിക്ക് ലോഡ് ചെയ്യണ്ടേ. ജസ്റ്റ് ഹലോ എന്ന് പറഞ്ഞിട്ട് സെറ്റ് ചെയ്തു. ഈ ഒരു പേജ് ലോഡ് ചെയ്യിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം, അതിന് തന്നെ ഈ ഒരു views.py പുതിയൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാല്ല. ഞാൻ ഹലോ എന്ന് പറഞ്ഞിട്ടാണ് ആ പേജ് സെറ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് ഹലോ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഹലോ റിക്വസ്റ്റ് റിട്ടേൺ ജസ്റ്റ് റെൻഡർ അവർ HTML പേജിന്റെ നെയിം എന്തായിരുന്നു, ജസ്റ്റ് ഹായ് എന്ന് കൊടുത്തുള്ളൂ. ഹേ ഡോട്ട് HTML. ഈ ഒരു പേജ് എനിക്ക് ലോഡ് ചെയ്യണം. ഞാൻ എന്ത് ചെയ്യുന്നതിന് URLs സെറ്റ് ചെയ്യണം. URLs ജസ്റ്റ് സെറ്റ് ചെയ്ത് കൊടുത്തു. സോറി, റിക്വസ്റ്റ് മിസ്സായി. റിക്വസ്റ്റ് കോമ ആൻഡ് ദെൻ ജസ്റ്റ് ഈ ഒരു ഹലോ എന്നുള്ളത് ഇവിടെ സെറ്റ് ചെയ്തു. നമ്മുടെ URL ഫയലിൻ്റെ അകത്ത് ജസ്റ്റ് Ctrl D അടിച്ചാൽ ആ ഒരു ലൈനായിട്ട് റീപ്ലേസ് ആയിട്ട് വരുവേ. ഞാൻ ജസ്റ്റ് അത് സെറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യാം, ഈ ഒരു ഹലോ എന്ന് പറയുന്നത് ഇതാണ് എനിക്ക് ലോഡായിട്ട് വരേണ്ടത്. അപ്പം ഞാൻ ജസ്റ്റ് ലിങ്കും കാര്യങ്ങളോ വേറെ ഒന്നും ചെയ്യാത്തതുകൊണ്ട് എന്ത് ചെയ്തു, ഡയറക്റ്റ് ഈ ഒരു IP-യുടെ കൂടെ നമ്മുടെ ആ ഒരു ക്ലാസ് നെയിം കൊടുത്തു, ആ ഒരു ഫംഗ്ഷൻ നെയിം കൊടുത്തപ്പോൾ നമുക്ക് എന്ത് വന്നു, ഹലോ എന്നായിട്ടുള്ള പേജ് വന്നു. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു HTML പേജ് ലോഡ് ചെയ്യിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ സെറ്റ് ചെയ്തത് എന്തായിരുന്നു, ഒരു പൈച്ചാം എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് എങ്ങനെയാണ് ഒരു പ്രൊജക്റ്റ്, ഒരു ഡിസൈൻഗോ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക, അതിൻ്റെ അകത്ത് എങ്ങനെയാണ് ഒരു HTML പേജ് ലോഡ് ചെയ്യിക്കുക എന്നുള്ള കേസാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തന്നത്. ഓക്കെ, താങ്ക് യു.